അതെ, ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിലെ 12 ദിവസം നീണ്ട പരിവേഷണത്തിന് ശേഷം താൽക്കാലികമായി ഉറങ്ങും മുൻപ് ഒരു അവസാന പരീക്ഷണം കൂടി. നേരത്തെ ലാൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് വിക്രം ലാൻഡറിനെ 40 സെന്റിമീറ്ററോളം ഉയർത്തി 30 സെന്റിമീറ്ററോളം ദൂരെ മാറി വീണ്ടും സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയാണ് ISROയുടെ പുതിയ നീക്കം. ഭൂമിയിലേക്ക് പേടകങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിലും മനുഷ്യ ദൗത്യങ്ങളിലും നിർണായക ചുവടുവെപ്പാണ് ഈ പരീക്ഷണം. വിക്രം ലാൻഡർ അതിന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. ഹോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പേരിട്ടിരുന്ന പരീക്ഷണത്തിന് മുന്നോടിയായി പ്രാഗൻ റോവറിന് ഇറങ്ങുന്നതിനായി ഒരുക്കിയ റാം ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ മടക്കി വെക്കുകയും ലാൻഡിങ്ങിനു ശേഷം അവ വീണ്ടും വിന്യസിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ലാൻഡറിനെയും നിദ്രയിലേക്ക് വിട്ടു. റിസീവറും LRA എന്ന ഉപകരണവും ഉണർന്നു പ്രവർത്തിക്കും. ഭൂമിയിലെ 14 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് സെപ്റ്റംബർ 22-ന് വീണ്ടും ചന്ദ്രനിൽ സൂര്യനുദിക്കുമ്പോൾ ലാൻഡറിനെ പോലെ റോവറിനെയും വീണ്ടും പ്രവർത്തിപ്പിക്കാനാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.